മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മറുപടി സത്യവാങ്മൂലം. മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ കേസിൽ പെടുത്തുന്നുവെന്നാണ് വീണയുടെ വാദം. ബോധപൂർവം മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നു. എക്സാലോജിക് ബെനാമി കമ്പനി അല്ലെന്നും മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, എന്താണ് ഈ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നത്? വീണ, ഈ മാസപ്പടി ഇടപാടിലെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ, പൊതുതാൽപര്യ ഹർജിയിലാണ് വീണ വിജയൻ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. CBIയുടെ അന്വേഷണം വേണ്ട എന്നുള്ള പിണറായി വിജയന്റെ അതേ നിലപാട് തന്നെയാണ് വീണ തൈക്കണ്ടിയിലും ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ കേസിൽ തന്നെ പെടുത്തുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. മാനഹാനിയും അപമാനവും ഉണ്ടാക്കുവാനായിട്ടുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ബോധപൂർവം ഉണ്ടാകുന്നുണ്ട്. പൊതുതാൽപര്യം എന്നുള്ള ഒരു സംഭവം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഷയം ഈ കാര്യത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഹർജി അനുവദിക്കരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്ന ഒരു മറുവാദം. മറ്റൊന്ന്, നേരത്തെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ, അതിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് ഹർജിക്കാരൻ ഇത്തരമൊരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല. അതുമാത്രമല്ല, ഈ മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അത് SFIO, അത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൽ താൻ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ സമാന്തരമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് മറ്റൊരു ഏജൻസിക്ക് നൽകാനായിട്ടുള്ള ഒരു സാഹചര്യം അത് ഉണ്ടാകരുത്, അതിന് കോടതി അനുവദിക്കരുത് എന്നുള്ളതാണ് മറ്റൊരു മറുവാദമായിട്ട് വീണ ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് CBIയുടെ അന്വേഷണം അനിവാര്യമല്ല, അല്ലെങ്കിൽ അത്തരമൊന്നും വേണ്ടതില്ല എന്നുള്ള നിലപാട് ഹൈക്കോടതിയിൽ രേഖാമൂലം സ്വീകരിച്ചത്. അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഇന്ന് വീണ വിജയന്റെ മറുപടി സത്യവാങ്മൂലം കൂടി വന്നിരിക്കുന്നത്. ബോധപൂർവം തന്നെ അപമാനിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തന്റെ കമ്പനിയായിട്ടുള്ള എക്സലോജിക് സൊല്യൂഷൻസ് അതൊരു ബിനാമി കമ്പനിയല്ല, സുതാര്യവും ആയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും പ്രവർത്തനങ്ങളുമാണ് ഈ കമ്പനിക്ക് ഉള്ളത്. നിലവിൽ എത്തിയിട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ അതിലൊരു പൊതുതാൽപര്യ വിഷയമില്ല. അതുകൂടാതെ തന്നെ സമാനമായിട്ടുള്ള ഈ ഒരു ആരോപണങ്ങളും ആക്ഷേപങ്ങളും മുൻനിർത്തി നേരത്തെ വിജിലൻസ് കോടതിയിലടക്കം ഈ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ വന്നിരുന്നു. അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകനായ MR അജയൻ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഒരു കേന്ദ്ര ഏജൻസി തന്നെ ഈ മാസപ്പടി വിഷയം, അതായത് കരിമണൽ കമ്പനിയായിട്ടുള്ള ഈ മാസപ്പടി വിഷയം, അതായത് കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL-ഉം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സലോജിക്കും തമ്മിൽ മാസപ്പടി ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു പശ്ചാത്തലം. അത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരണം എന്നുള്ളതാണ് ഈ ഹർജിക്കാരന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അത് പക്ഷേ തള്ളണമെന്നുള്ളതാണ് നിലവിൽ വീണ വിജയനും അതോടൊപ്പം തന്നെ എതിർകക്ഷികളായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. രേഖാമൂലമുള്ള മറുപടി സത്യവാങ്മൂലങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇനി അടുത്ത ദിവസങ്ങളിൽ ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഈ എതിർകക്ഷികളായിട്ടുള്ള മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ വീണ വിജയന്റെയും മറുപടി വാദങ്ങൾ ഹൈക്കോടതി പരിശോധിക്കും. അതിനനുസൃതമായിട്ടുള്ള വാദഗതികൾ കേൾക്കുകയും ചെയ്യും. എന്തായാലും ഈ CBIയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ട എന്നുള്ള ഉറച്ച നിലപാടാണ് വീണ വിജയനും അതോടൊപ്പം തന്നെ പിണറായി വിജയനും ഉള്ളത്. ഈ എക്സലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അത് അടിസ്ഥാനരഹിതമാണ്, തെറ്റാണ്. കേവലം ചില കണ്ടെത്തലുകൾ ആ കേസുമായി ബന്ധപ്പെട്ട് താൻ കക്ഷിയല്ല, മറ്റ് ആക്ഷേപങ്ങളും ആരോപണങ്ങളും സംബന്ധിച്ചുള്ള വിഷയത്തിൽ SFIയുടെ അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സമാന്തരമായിട്ട് മറ്റൊരു ഏജൻസി അന്വേഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് വീണ വിജയൻ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. വീണ, രേഷ്മ, അതേസമയം ഇത് കമ്പനി നിയമങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി എങ്ങനെയാണ് ഈ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ ബാലിശമാണെന്നും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണെന്നും ഒക്കെ വീണ ഈ മറുപടി സത്യവാങ്മൂലത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഹർജികൾ വന്ന സമയത്ത് ഇതേ ഒരു നിലപാട് തന്നെയായിരുന്നു സർക്കാർ അടക്കം സ്വീകരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും എതിർകക്ഷികളായിട്ടുള്ള മുഖ്യമന്ത്രിയും വീണ വിജയന്റെ ഒക്കെ തന്നെ മറുപടി വാദങ്ങൾ ഹൈക്കോടതിക്ക് കേട്ടേ മതിയാകും. അതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് അയച്ചതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഇരുവരും സത്യവാങ്മൂലങ്ങൾ ഫയൽ ചെയ്തിരിക്കുന്നത്. അവയിൽ പറയുന്നത് ഈ CBIയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമല്ല. പ്രത്യേകിച്ച് വീണ വിജയന്റെ അഫിഡവിറ്റിൽ പറയുന്നത് SFIയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ സമാന്തരമായിട്ട് എന്തിനാണ് മറ്റൊരു ഏജൻസിയിലേക്ക് ഈ അന്വേഷണം ഏൽപ്പിക്കുന്നത്? മറ്റൊന്ന്, തന്റെ കാര്യമായിട്ടുള്ള നടപടികളാണ്. സ്വാഭാവികമായിട്ടും ഈ CBIയുടെ ഇൻവെസ്റ്റിഗേഷനെ വീണ വിജയൻ തുറന്നെതിർക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. അതിന്റെ ഒരു പ്രാഥമിക പടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ അഫിഡവിറ്റിൽ ഈ ഹർജി തള്ളണമെന്നുള്ള ആവശ്യം. സ്വാഭാവികമായിട്ടും
ഇതൊരു പൊതു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹർജി നിലനിൽക്കുമോ എന്ന കാര്യം ഹൈക്കോടതിക്ക് പരിഗണിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഫിഡവിറ്റിൽ അടക്കം പറഞ്ഞിരുന്നത് ഈ മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അതിൽ പൊതു താല്പര്യമില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് അതിൽ ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാനാവുക? ഇതടക്കമുള്ള നിയമപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഹർജിയുടെ മെയിൻറ്റൈനബിലിറ്റി അടക്കം ഹൈക്കോടതിക്ക് പരിശോധിക്കേണ്ടി വരും. എന്തായാലും ഇതിലെ കുറ്റാരോപിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ് വീണ വിജയൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തെ തുറന്നെതിർക്കുകയാണ് ഈ രേഖാമൂലം ഹൈക്കോടതിയിലും. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കും? പ്രത്യേകിച്ച് CBIയുടെ നിലപാടും ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. CBIക്ക് ഈ കേസ് ഏറ്റെടുക്കണമെങ്കിൽ ഒരുപക്ഷെ സർക്കാരിന്റെ അനുമതി, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി, ഇതൊക്കെ തന്നെ വേണം. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും വേണം. എന്തായാലും CBIയുടെ നിലപാട് ഇക്കാര്യത്തിൽ ഹൈക്കോടതി പരിശോധിക്കും. നിലവിൽ വീണ വിജയന്റെ പിണറായി വിജയന്റെ നിലപാടുകൾ എന്ന് പറയുന്നത് മാസപ്പടി വിഷയത്തിൽ ഒരു തരത്തിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം പാടില്ല, ഈ കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കൈമാറാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. വീണ രേഷ്മ, അതേസമയം ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കൊടുത്ത സത്യവാങ്മൂലമാണെങ്കിൽ മാധ്യമപ്രവർത്തകൻ എം ആർ അജയൻ സമർപ്പിച്ച ഹർജിക്ക് മറുപടിയായി നൽകിയ സത്യവാങ്മൂലമാണ്. അത് ഈ പ്രധാനപ്പെട്ട കേസുമായി വരുമ്പോൾ അതിൽ അതായത് ഈ മാധ്യമപ്രവർത്തകൻ നൽകിയ ഹർജിയിൽ പൊതു താല്പര്യമുള്ളതൊന്നുമില്ല എന്നുള്ളതായിരുന്നു വാദം. അത് ഇതുമായി ഏത് തരത്തിലാണ് കൂട്ടി വായിക്കാനാവുക? വീണ, ചില വിവരങ്ങൾ കൂടി 2014 അതായത് ഈ എക്സലോജിക് സൊല്യൂഷൻസ് എന്ന തന്റെ കമ്പനി, ആരോപണ വിധേയമായിട്ടുള്ള കമ്പനി തുടങ്ങിയത് 2014 മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് 2016. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള പണം അത് പിണറായി വിജയനെ സ്വാധീനിക്കാൻ തക്ക രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്ന ആക്ഷേപം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് മറു ചോദ്യമായിട്ട് ഈ അഫിഡവിറ്റിൽ അടക്കം വീണ വിജയൻ ഉന്നയിച്ചിട്ടുള്ളത്. അത് കൂടാതെ തന്നെ ഈ താൻ ഈ പറയുന്ന SFIയോടുമായിട്ടുള്ള അന്വേഷണവുമായി നിരന്തരം സഹകരിക്കുന്നുണ്ട്. ആരോപണങ്ങളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ്. ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊക്കെ തന്നെ നടന്നത് ഇലക്ട്രോണിക് മാർഗങ്ങൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാണ്. വേണമെങ്കിൽ വീണ്ടും പരിശോധിക്കാം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു CBIയുടെ അന്വേഷണം സമാന്തരമായിട്ട് നടത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ സംബന്ധിച്ച് സുതാര്യമാണെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെയാണ് വീണ വിജയൻ പറയുന്നത് ഈ മാസപ്പടി ഇടപാടിൽ CBIയുടെ ഇൻവെസ്റ്റിഗേഷൻ വേണ്ട എന്നുള്ളത്. അത് പരിശോധിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കുമെന്ന് പറയുന്ന അതേ ഘട്ടത്തിൽ തന്നെ അന്വേഷണത്തെ എന്തിനാണ് വീണ വിജയൻ എതിർക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും മാധ്യമപ്രവർത്തകൻ നൽകിയ ഒരു പൊതുതാൽപര്യ ഹർജിയിൽ പ്രത്യേകിച്ച് മാസപ്പടി ഇടപാടിൽ പിണറായി വിജയനും വീണ വിജയനും കുറ്റാരോപിതരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വീണ ഈ പണം വാങ്ങിച്ചത് അച്ഛനുമേൽ, അതായത് മുഖ്യമന്ത്രിക്ക് മേൽ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അനിവാര്യമായിട്ടുള്ള അന്വേഷണം എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസിയുടേതാണ് എന്നുള്ളതാണ് ഹർജിക്കാരന്റെ വാദം. അത് പക്ഷേ ഖണ്ഡിക്കുന്ന തരത്തിലാണ് വീണയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചത്. എന്തായാലും ഈ പൊതുതാൽപര്യം എന്നുള്ള വിഷയം, അതായത് മാസപ്പടി ഇടപാടിന്റെ പശ്ചാത്തലമടക്കം പൊതുജനങ്ങൾക്കിടയിലേക്ക്, പൊതുസമൂഹത്തിലേക്ക് വന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്നും അത് എവിടെയൊക്കെയാണ് ആക്ഷേപങ്ങൾ, അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങൾ പൊതുജനത്തിനും അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിൽ പൊതുതാൽപര്യമില്ല, അത് വെറും ആരോപണങ്ങൾ മാത്രമാണ്, അതിലൊരു കൃത്യമായിട്ടുള്ള അന്വേഷണം വേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ പിണറായി വിജയനും അതോടൊപ്പം തന്നെ വീണ വിജയനും ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. ശരി.